പണ്ട് ഈശോ സഭ അംഗമായിരുന്ന പ്രസിദ്ധനായ ഒരു ബ്രദർ എപ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു. താൻ ചൊല്ലുന്ന ഓരോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ചുവന്ന റോസാപുഷ്പവും പിന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ വെളുത്ത റോസാപുഷ്പവും എന്റെ വായിൽ നിന്ന് പുറത്തോട്ട് വരുമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ 46 വർഷക്കാലം ഈശോ സഭ കോളേജിന്റെ വാതിൽ കാവൽക്കാരനായിട്ടാണ് താൻ സേവനമനുഷ്ഠിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രസിദ്ധനായ വിശുദ്ധ അൽഫോൻസസ് റോഡ്രിഗസിനെ കുറിച്ചാണ്. വിശുദ്ധൻ താൻ ചൊല്ലുന്ന ഓരോ ജപമാലയും കന്യകാമാതാവിന്റെ പാദത്തിന്റെ മുൻപിൽ വളരെ സ്നേഹത്തോടുകൂടെയാണ് അർപ്പിച്ചത്. കന്യകാമാതാവിനെ പോലെ വളരെ എളിമയോടുകൂടെയാണ് വിശുദ്ധൻ ജീവിച്ചത്. പലപ്പോഴും നാം ചൊല്ലുന്ന ഓരോ ജപമാലയും വാക്കുകൾ കൊണ്ടുള്ള ഒരു കസർത്തായിട്ട് അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് മാറാറുണ്ട്. നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല ജപമാലയിലെ ഓരോ രഹസ്യവും ദൈവവചനമാണ്. ഇന്നീ ദിവസം മുതൽ വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എളിമയോടും സ്നേഹത്തോടും കൂടെ ഈശോയോടും മാതാവിനോടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.